ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു മോർണിംഗ് ടു ഈവനിങ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞു. ഇസയും റോസും ദേ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ കെട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ട്, അടുപ്പിച്ച് നമ്മൾ കുറേ വ്ളോഗ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഞാൻ മിസ്സിങ് ആയിപ്പോയി. എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ചുമ വന്നു. ഈ പറഞ്ഞ പോലെ മാറി മാറി ഓരോരുത്തർക്ക് ചുമ വരാണ്. ചുമ വന്നു കഴിഞ്ഞാൽ അത് മാറിപ്പോകാൻ കുറേ ടൈം കൊടുക്കണം. അപ്പോൾ വന്ന സമയത്താണെങ്കിൽ ഒരു കുത്തിച്ചുമ പോലെ നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തന്നെ പറ്റണില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. ഇപ്പോഴേ ഫുള്ളി അങ്ങോട്ട് സുഖമാവണമുള്ളൂ, ഫുള്ളി സുഖമായിട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ പഴയ ആ ഒരു ഇതിലേക്ക് അങ്ങനെ സ്ലോലി ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിതേ റോച്ചു അവളുടെ ഫ്രണ്ട്സൊക്കെ, കുട്ടികളുടെ ഒരു ശീലമാണല്ലോ, നമ്മുടെ ഫ്രണ്ട്സ് എന്താണോ സ്റ്റൈൽ ചെയ്തൊക്കെ വരണേ അതുപോലെയൊക്കെ നമുക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗോപി പൊട്ടാണ്, ഇങ്ങനത്തെ പൊട്ടാണ് ഇടുക, അതുപോലെ എനിക്ക് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ സജഷൻസാണ് കേട്ടോ ഓരോ സമയത്തും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലിപ് ബാം എന്തെങ്കിലും ഒന്ന് ചുണ്ടും ഇട്ട് കൊടുക്കും. ലിപ് ബാം മതി കേട്ടോ, ലിപ്സ്റ്റിക് അല്ല അത്. അപ്പോൾ നമ്മുടെ ചുണ്ട് ചെറുതായി ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഉള്ള ദിവസങ്ങളിൽ ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കുള്ളതൊക്കെ നമുക്ക് അങ്ങനത്തെ വാസലിൻ്റെയോ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇസ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു പ്രായത്തിൽ ഇപ്പോൾ ഇതേ കണ്ടിച്ച കുട്ടി മുടി ഇവിടെ മുൻപിൽ ഇങ്ങനെ ബാങ്ക്സ് പോലെ കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അവൾ തന്നെ സ്വയം ചെയ്തു വെച്ച പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശരിക്കും ഉപ്മാവാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഓട്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും, ഞങ്ങൾക്കൊക്കെ ഉപ്മാവ് തന്നെയാണ്. ചില ദിവസം അവർക്ക് ഇഷ്ടപ്പെടാത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇങ്ങനത്തെ ആണെങ്കിൽ അവർക്കിങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും നല്ല കുട്ടികളായിട്ടൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉപ്മാവാണ്. ഉപ്മാവ് സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ക്യാരറ്റും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ചേർക്കാറുണ്ട്. നിങ്ങൾ മുൻപ് വ്ളോഗ് കണ്ടവർക്ക് അറിയാം. ഞാൻ ഉപയോഗിക്കുന്നത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവ നമ്മളൊന്നും കൂടി ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഉപ്മാവ് നന്നായിട്ട് വരും. പിന്നെ ഞാൻ ഇത്തിരി വെള്ളം കൂടുതൽ ചേർക്കും, ലേശം. കാരണം എനിക്ക് ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഉപ്പുമാവ്. ഭയങ്കര ഡ്രൈനെസ് ആയി അത്ര കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അടിപൊളി, ചിലപ്പോൾ കടലക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ അങ്ങനത്തെ എന്തെങ്കിലും കറികളായാലും താല്പര്യം കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ കൂടെ പഴം കൂട്ടിയിട്ട് കഴിക്കും കേട്ടോ ഇവിടെ വീട്ടിൽ. എനിക്കത്ര ഇഷ്ടമില്ല പുട്ടും പഴം, ആ കോമ്പിനേഷൻ ഇഷ്ടമില്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് താല്പര്യമില്ല, എനിക്ക് കറികളാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും ഉപ്മാവും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയുടെ കൂടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വേഗം തന്നെ ഇരുന്ന് കഴിക്കട്ടെ. ഓക്കെ, തിരക്കിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൽ എപ്പോഴും നല്ലത് ഇരുന്ന് റിലാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ അങ്ങനെ കഴിക്കാം. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല, അപ്പോൾ പിന്നെ അത് വിട്ടോട്ടെ. ബാക്കി പറ്റുന്ന ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുമയും കാര്യമൊക്കെ ഒന്ന് കുറയുമ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തോന്നും. നമുക്ക് അസുഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് തോന്നില്ല. ഞാനപ്പോൾ എൻ്റെ റൂം ഇനിയിപ്പോൾ ഇന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി നടിച്ചൊക്കെ വാരി തുടച്ചിടാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെയും മക്കളുടെയും റൂം ആകെ കുറച്ചൊന്ന് മെസ്സി ആയിട്ടുണ്ട്. മൊത്തത്തിൽ വീട് ഓർഗനൈസിങ് ക്ലീനിങ് എൻ്റെ മേഖലയായതുകൊണ്ട് എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ അതെല്ലാം തകിടം മറിയും. പിന്നെ എല്ലാം ആദ്യം തൊട്ട് ചെയ്യണം. എനിക്കതാണ് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യവും. കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വട്ടം നമ്മൾ ചെയ്താലും നമ്മൾക്ക് എന്തെങ്കിലും വന്നൊന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും റിപ്പീറ്റായിട്ട് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഒട്ടും തോന്നില്ല, ഒരു മോട്ടിവേഷൻ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ എൻ്റെ ചേട്ടനോട് പറയാറുള്ളത്, നീ ഒന്ന് സ്റ്റാർട്ട് ചെയ്യ്, ചെറുതായി സ്റ്റാർട്ട് ചെയ്യ്, പിന്നെ നീ ഓക്കെയോ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയടിക്ക് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാതെ പയ്യെ കുറച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പ്ലാൻ ഇട്ടിരുന്നത് എൻ്റെ റൂം മാത്രം ക്ലീൻ ചെയ്യാനാണ്. പക്ഷേ പിന്നെ എനിക്ക് തോന്നി എന്നാൽ ഈസയുടെയും റോസുവിൻ്റെയും റൂമും കൂടി ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചിട്ട് 2 റൂമൊന്നും എനിക്ക് വൃത്തിയാക്കാൻ പറ്റി. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊരു ടാസ്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി സ്ലോലി നമുക്ക് നെക്സ്റ്റ് ഒരു ടാസ്കിലോട്ട് പോകാൻ നമ്മളുടെ മനസ്സ് ട്രെയിൻ ആവും. സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേഗം തന്നെ എൻ്റെ റൂം ഒതുക്കി സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ അൽമാര ഒരു സ്റ്റീൽ അൽമാരയാണ്. അപ്പോൾ അൽമാരയാകുമ്പോൾ നമുക്ക് മാഗ്നറ്റ് വെച്ചിട്ട് ഞാനിങ്ങനെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കേബിളിൻ്റെ ബില്ലിൻ്റെയോ
അങ്ങനത്തെ കാർഡുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതൊക്കെ പേ ചെയ്യണതിനൊക്കെ ഞാൻ അവിടെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിക്കാനുള്ളതൊക്കെ ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് പതിവ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇങ്ങനെ ലാൻഡിങ് സ്പേസ് ഉണ്ടാവും. ലാൻഡിങ് സ്പേസ് എന്ന് വെച്ചാൽ ടേബിളുകൾ, അലമാരയുടെ മുകളിൽ, ഫ്രിഡ്ജിൻ്റെ മുകളിൽ, ഇവിടെയൊക്കെ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും വീട് വൃത്തികേടായി പോണത്. ഇപ്പോൾ എൻ്റെ റൂമിൽ ഏറ്റവും അധികം മെസ്സി ആവുക അല്ലെങ്കിൽ വൃത്തികേടാവുക സാധാരണ ബെഡിൻ്റെ സൈഡിലുള്ള ടേബിള്, ഞാൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണ ആ ഒരു ടേബിള്, ഈ ഒരു ഷെൽഫിൻ്റെ മുകളിലെ ഏരിയയൊക്കെയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷെൽഫിലാണ് ഞാൻ ബെഡ്ഷീറ്റ്സ്, കുഷൻ കവേഴ്സ്, തലോണ കവറുകൾ അതൊക്കെ വെക്കുന്നത് ഈ ഒരു ഷെൽഫിലാണ്. കാരണം ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഇതെല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാനൊക്കെ ഈസി ആയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ റൂം ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി എടുത്തിട്ട് റൂം തുടച്ചിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അലമാരകളോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യാണ്ടാവുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ കഴുക്കും പൊടിയും ഒക്കെ വരും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ കുട്ടികൾ വീട്ടിലുണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പേപ്പറും അതുപോലെയുള്ള ചവറ് ടോയ്സ് അതും ഇതൊക്കെ എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ മാത്രം റൂം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും കച്ചറയാവില്ല, വൃത്തികേടാവില്ല. പക്ഷേ കുട്ടികളുണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കുറേയൊക്കെ ഒതുക്കാനും ഇതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് ക്ഷമ പോയിട്ട് കാര്യമില്ല, നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. കുട്ടികളാണ്, അവരൊരു ഏജ് കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യണത് കുറേ കുറയും കേട്ടോ. അപ്പോൾ നമുക്കിനി ബെഡ്ഷീറ്റ് വിരിക്കാം. ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കുന്നത് ഒരു കോട്ടൺ ബെഡ്ഷീറ്റാണ്. ഇത് ആമസോണിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. ഞാനൊരു 2 വർഷത്തോളമായി ഉപയോഗിക്കുന്നു. കളർ ഫെയ്ഡാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ബെഡ്ഷീറ്റാണ്. ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് വെച്ചാൽ അതിൻ്റെ ലിങ്കുകൾ നമ്മൾ വീഡിയോസിൽ വെക്കാറുണ്ട്. ചിലവർക്കത് അറിയാറില്ല. നമ്മൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിലും ഒരുവിധം എല്ലാം ഞാൻ അതിൽ ടാഗ് ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൽ മറുപടി കൊടുക്കാറുമുണ്ട് കേട്ടോ. അപ്പം ഞാനിനി സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് സ്പേസും കൂടി ഒന്ന് ജസ്റ്റ് ഒതുക്കി വെച്ചാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതേ നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് റൂമുകളിൽ ഈ 2 റൂമാണ് എല്ലാ നേരം ക്ലീൻ ചെയ്യേണ്ടി വരിക. കാരണം ഇവർ 2 പേരും ഇവിടെ കിടന്ന് നടക്കുന്ന റൂമുകളാണ് എൻ്റെ റൂമും മക്കളുടെ റൂമും. അപ്പോൾ അപ്പം നമ്മുടെ റൂമിൽ പോയിട്ട് വല്ലാത്ത പണികളൊന്നും അവർ ചെയ്യാറില്ല. ആ റൂം ഒരുവിധം അങ്ങനെ തന്നെ ഒതുങ്ങിയിട്ടാണ് ഇരിക്കാറ്. പിന്നെ ലിവിങ് റൂമും ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയ അത്ര പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷേ ലിവിങ് ഏരിയയിലാണ് പിന്നെയും ഇവരെന്തെങ്കിലുമൊക്കെ കളറിങ്ങിന് ബുക്സ് കൊണ്ടുവരാൻ. ഞാനപ്പോൾ എപ്പോഴും പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ആ റൂമിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്നാലും അവർക്ക് എല്ലാവരും ഇരിക്കുന്നിടത്ത് വന്നിരിക്കണം. എല്ലാ ഐറ്റംസും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവച്ച് അത് അങ്ങനെ വെച്ച് കളിച്ചാലാണ് അവർക്കൊരു സമാധാനം. അപ്പോൾ എന്തായാലും അവർ 2 പേരും ഇല്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒതുക്കൽ പരിപാടിയൊക്കെ ഈ റൂമിലും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഇതും കൂടി വൃത്തിയായി കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ കണ്ടില്ല, ഇവർ കട്ടിൽമയാണ് ഇവരുടെ കുറേ ഐറ്റംസൊക്കെ ഇവർ സാധാരണ ഇവിടെ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ കളിക്കുന്നതൊക്കെ ഇരുന്ന് കട്ടിൽമ തന്നെ ഇരുന്നിട്ടാണ് ഓരോന്നൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഷീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി ഒന്ന് അടിച്ച് വാരി ഇടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു മേക്ക് ഓവറൊക്കെ ചെയ്യണം. ഈ റൂം മേക്ക് ഓവർ ചെയ്തിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അവർ സാധാരണ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് അവിടെ ആ ഒരു കസാരമ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അതങ്ങനെ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറേ നാൾ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബെഡും ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോവരുത് എന്നൊക്കെ പറഞ്ഞേക്കണ കാരണം അതവിടെ അങ്ങനെ ഇട്ട് വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ റൂമും കൂടി അടിച്ച് വാരി കഴിഞ്ഞാൽ ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത ജോലി എന്ന് വെച്ചാൽ തുണികൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം തന്നെ വെയിലത്ത് നമുക്ക് ഉണക്കാനായിട്ട് കൊണ്ടിടണം. അപ്പോൾ ആ ഒരു ജോലിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തുണികളെല്ലാം തന്നെ എടുത്ത് പുറത്ത് വിരിച്ചിടുന്നുണ്ട്. യൂണിഫോമോ അന്നിട്ട ഡ്രസ്സുകളോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ. ഇന്നാണെങ്കിൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് രാവിലെ ഒരു മഴ പെയ്തു, പക്ഷെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കൊറിയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 2 ടേബിൾ ഷീറ്റും പിന്നെ കിച്ചൺ ടവലിൻ്റെ ഒരു സെറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2 ചെയറുള്ള ടേബിളിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. എയർവിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഞാൻ ടേബിൾ ഷീറ്റ് വാങ്ങാറുള്ളത്. എന്നോട് ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. ഈ ബ്രാൻഡിൻ്റെയിൽ വലിയ ടേബിൾ ഷീറ്റുകളും അതുപോലെ തന്നെ ചെറിയ ടേബിൾ ഷീറ്റൊക്കെ വരുന്നുണ്ട്. കോട്ടൺ മെറ്റീരിയൽ, കട്ടിയുള്ള മെറ്റീരിയലിലാണ് വരണത്. അപ്പോൾ നേരത്തെ കാണിച്ചത് ടേബിൾ ഷീറ്റുകളായിരുന്നു 2 എണ്ണം. ഇത് കിച്ചൺ ടവലാണ് വരണേ. ഇത് വലിയ കിച്ചൺ ടവലാണ്. ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്കിത് വെച്ചിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ വെക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ചെറിയ ഹുക്കും അതിന് കൊടുത്തിട്ടുണ്ട്. 6 പീസ് കിച്ചൺ ടവലായിട്ടാണ് ഇത് വരണത്. പിന്നെ ഇതിൻ്റെ തന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെയും കളർ വേരിയേഷൻസിലും വരുന്നുണ്ട്. ടേബിൾ ഷീറ്റ് ആ റെഡും വൈറ്റും ആയിട്ടുള്ളതും ഇതുപോലത്തെ തന്നെ നമുക്കൊരു സ്റ്റഡി ടേബിൾമയോ ടീപ്പോയ്മയോ ഒക്കെ വിരിക്കാൻ പറ്റുന്ന അളവിലുള്ള ഷീറ്റുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി വന്നു. എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. സമയം 12:30 കുറച്ച് നേരം ഇരുന്ന് ഞാൻ എൻ്റെ എംബ്രോയിഡറിയുടെ ഇത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ടി വി വെച്ചിട്ട് ടി വി കാണുന്നതിൻ്റെ ഒപ്പം തന്നെ കേൾക്കുള്ളൂ ഞാനിരുന്ന് ഈ എംബ്രോയിഡറിയുടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ ഡിസൈൻ നമ്മൾ വരച്ചതിൽ പൂക്കൾ ഉണ്ടായിരുന്നു. ആ പൂക്കളാണ് ഇപ്പോൾ തുന്നാനായിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചെയ്യുന്ന കാരണം തന്നെ എനിക്കത് സന്തോഷം തോന്നുന്നുണ്ട്. ചില സമയത്ത് ഞാൻ എന്താ വെച്ചാൽ ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, പിന്നീട് ആ ഒരു സംഭവം എടുക്കില്ല, അതവിടെ വെച്ചിട്ട് പോകും. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കുറച്ചീശ ആയാലും ഒരു ദിവസത്തിൽ ഇത്തിരീശ ആയാലും ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെ അത് പതുക്കെ കംപ്ലീറ്റ് ആവുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ചോറും ഈ ഒരു കറി പരിപ്പും അതിൽ നമ്മൾ കോഴിമുട്ട ഉണ്ടല്ലോ പൊരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഞാനിങ്ങനെ കഴിച്ചിട്ടില്ല ഇന്ന് വരെ അങ്ങനെ കറി. അപ്പോൾ ഇത് പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചിരിക്കുന്ന കറിയാണ്. പക്ഷെ അതിൽ നമ്മൾ കോഴിമുട്ടയല്ല കേട്ടോ, താറാമുട്ടയാണ് സാധാരണ നമ്മൾ പൊരിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറ്. പിന്നെ ഉപ്പേരി, കായയും പയറും കൂടി ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്, മാന്തൾ മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലഞ്ച് കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നു. ഈ ഒരു സമയത്താണ് സാധാരണ ഞാൻ ഒരു 2 മണി മുതൽ 4 മണി വരെ. പക്ഷേ ചിലപ്പോൾ ഞാൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം എഴുന്നേറ്റ് പോരും. ഇന്ന് ഞാനപ്പോൾ അതുകൊണ്ട് 3 മണി ആയപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്തു. 4 മണിക്ക് വേണ്ടി മക്കൾക്ക് വരുമ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്നാക്കാണ് കേട്ടോ. വെജിറ്റബിൾ വെച്ചിട്ട് ഇതുപോലെ ഒരു സ്നാക്ക്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് ഏതൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുക. ചോപ്പറിൽ ചേർത്തിട്ടാണ് ചോപ്പ് ചെയ്യണേ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, ഇത് എല്ലാം കൂടി ചേർത്ത് ഇങ്ങനത്തെ ചോപ്പറിൽ നമ്മൾ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. നോർമലിന് ചോപ്പ് ചെയ്തെടുക്കാം, പക്ഷേ ഇതിലാവുമ്പോൾ നന്നായിട്ട് ചോപ്പായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ PG എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗ്രീൻ കളർ ചോപ്പർ ഉണ്ട്. അതെനിക്ക് കൂടുതലിഷ്ടം, എന്നാലും ഇതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായി ചോപ്പ് ചെയ്ത് ചേർക്കുകയാണ്. ബീട്രൂട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചേർക്കണതിൻ്റെ കാര്യം മക്കൾക്ക് ഉപ്പേരി ആയിട്ടൊന്നും കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സിൻ്റെ കൂടെ ആകുമ്പോൾ അവരത് കഴിക്കണത് അറിയേയില്ല. ഇനി നമ്മൾ ചേർക്കുന്നത് 3 ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക, വേപ്പില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ബ്രെഡ് നമ്മൾ നന്നായി പൊടിച്ചെടുക്കുക മിക്സിയിൽ. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ വലിയൊരു ഫ്ലേവറൊന്നുമില്ല, നമ്മൾ ആ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ
1.5 ടീസ്പൂണ് ഒരു കുരുമുളക് പൊടി, അത് എരിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഞാൻ എരിവിന് വേണ്ടി പക്ഷേ കുരുമുളക് പൊടിയാണ് ചേർക്കണത്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഈ ഒരു മിക്സിന് കിട്ടും. അപ്പം ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഇത് മുക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ മൈദ കലക്കി ഈ കാണുന്ന രീതിയിൽ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ട ചേർത്ത് കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ട് അതിൽ മുക്കി ഫ്രൈ ചെയ്യാനും പറ്റും, കട്ട്ലേറ്റ് പോലെ തന്നെ. ഞാൻ എന്തായാലും മൈദ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ബാറ്ററിലാണ് മുക്കി ഫ്രൈ ചെയ്യണത്. ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ ആവശ്യമില്ല കേട്ടോ. ഭയങ്കര കട്ടിയാകുമ്പോൾ പിന്നെ അത് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഇതുപോലെ നമുക്ക് കിട്ടില്ല. കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയ ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ റോൾ ചെയ്ത് ഇതുപോലെ എടുക്കുക. അപ്പോൾ ബോൾ ഷേപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളിതെല്ലാം തന്നെ ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന നേരം കൊണ്ട് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മൈദയുടെ മിക്സിൽ മുക്കിയിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ജസ്റ്റ് ഡസ്റ്റ് ചെയ്ത ശേഷം നമ്മളിതെല്ലാം ഒരു ട്രേയിൽ ഇങ്ങനെ ഫുൾ നിരത്തി വെക്കുക. എണ്ണ ചൂടാവണ നേരം കൊണ്ട് നമ്മുടെ ഈ ജോലികൾ ഏതാണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഡബിൾ കോട്ടിങ് ചെയ്യാം, 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇത് മുക്കി എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊരു മീഡിയം ചൂടാവണം, അപ്പോൾ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. തീ കുറച്ച് വെച്ചാൽ എണ്ണ കുടിച്ച പോലെയാവും. ഫ്ലെയിം കൂട്ടി കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കോട്ടിങ് കരിഞ്ഞു പോവും. അങ്ങനെ ആവാതെ നല്ലൊരു കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഇതായി കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൽ ഉള്ളിൽ കുറേ അങ്ങനെ വേവാനായിട്ട് അങ്ങനെയൊന്നുമില്ല, ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ചതാണ്. പച്ചക്കറികളാണെങ്കിൽ നമ്മൾ വളരെ കുഞ്ഞായി ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓയിലിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അത് വെന്തോളും. ആകെ നമുക്ക് ബ്രെഡിൻ്റെ ആ ഒരു കോട്ടിങ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം തിരിച്ചമറിച്ചിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ ഇട്ട് തിക്കി നിറച്ച് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് എടുക്കാനായിട്ടും തിരിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാവും, പൊട്ടിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓരോന്നും നമുക്ക് ടിഷ്യൂ പേപ്പറിൽ വെച്ച് അത് ഓയിൽ ഇതാക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൾക്കായാലും ബീട്രൂട്ടോ വെജിറ്റബിൾസോ ഇഷ്ടമില്ലാത്ത കുട്ടികളായാലും തീർച്ചയായിട്ടും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമില്ല. അവരിത് കാണും, എന്നാലും അവരത് കഴിക്കും. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ചൂടോടുകൂടി, നേരി ചൂടിൽ മതി, കുട്ടികൾക്ക് ചിലപ്പോൾ ആയുള്ളൂ, ഭയങ്കര ചൂട് വേണ്ട. പക്ഷേ എനിക്ക് പൊതുവേ ചൂടോടുകൂടി ഇങ്ങനത്തെ സ്നാക്സ് കഴിക്കാനും ചായയും ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. കണ്ടില്ല ഇതിൻ്റെ ഫില്ലിങ് എത്ര സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അവർ ക്ലാസ് വിട്ട് വന്നു, കുളിച്ച് ഓടിപ്പോയി ഫ്രഷ് ആയിട്ട് വന്നു. കാരണം ഈ സ്നാക്ക് കഴിക്കാൻ നല്ല ധൃതിയായിട്ട്, മക്കൾക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ദിവസം ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ പിന്നെ കളിക്കാനൊന്നും പോകാനല്ല തിരക്ക്, സ്നാക്ക് വേഗം കഴിക്കാനുള്ള തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ സ്നാക്സും കാര്യങ്ങളെല്ലാം നല്ല സന്തോഷത്തോടെ കഴിച്ച ശേഷം അവർ കളിക്കാനായിട്ട് പോവാണ്. കളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ടു ഈവനിങ് റുട്ടീൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.